എടാ ഇത് ഈ മഴയത്ത് തന്നെ കൊണ്ടുവരണമെന്ന് വലിയ നിർബന്ധമായിരുന്നു നിനക്ക് എന്നുള്ള വാശി തീർക്കാനല്ലേ? ശരി, നന്നായി കൊണ്ടുവന്ന കുഴപ്പമായി. ഒന്നുമില്ലാന്ന്. ഏട്ടൻ എന്ത് പണിയെ കാണിച്ച് പല പനിയും പിടിച്ച് കിടന്നാലെന്താടി? പണം മുടക്കി ചികിത്സിക്കാൻ ആളിരിക്കല്ലേ ഇവിടെ? ആ ചാറ്റമഴ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇറങ്ങിയപ്പോ. ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്ക്. നശിച്ച ഒരു മഴ. അപ്പോഴും മഴയ്ക്കാ കുറ്റം. മോന് പറ്റിയ അമ്മ ഞാൻ തുടച്ചോളാം. ഒരു മഴ പെയ്ത് എനിക്കാ കുറ്റം. നിന്റെ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ കക്ഷി ഇവളായിരുന്നു, നിന്റെ അമ്മ. രണ്ടെണ്ണം ഇവക്കൂടെ കിട്ടിയ. അതിലും നല്ലത് യമണ്ടൻ തന്നെയായിരുന്നു. എന്താണ് വിശന്നിട്ട് അണ്ടം കത്തുന്നു പറഞ്ഞതാ. കേട്ടു തോന്നുന്നു. അമ്മ ചോറ് വിളമ്പ്. അയ്യോ. അല്ല, കൂട്ടുകാരെയൊക്കെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വന്നോ അതോ അവരിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ? ഇല്ല, കൊണ്ടുവന്നു. ഓ എടാ, ഇപ്പൊ മനസ്സിലായോ? നാറിയവനെ ചുമന്നാൽ ചുമന്നവനെ നാറും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അത് പറഞ്ഞ എമണ്ടൻ കാര്യമാക്കണ്ട. എന്ത് കാര്യമാക്കണെന്ന്? അല്ല, വലിയ ആനക്കാരിയാക്കണ്ടെന്ന് പറഞ്ഞതാ. നീ ഇരിക്കെ. മോനെ വിളമ്പി ഉരുട്ടി കൊടുക്ക. എന്താ ഇത്? ഈ ഗുലുമാലൊക്കെ ഒപ്പിക്കുന്ന സമയം കൊണ്ട് ആ കടയിൽ വന്നൊന്നിരുന്നാൽ അച്ഛൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി പോയേനെ. ജീവിക്കാനാ സാറിന്റെ വിചാരം? ഈ പ്രായത്തില് എന്റെ അച്ഛനമ്മമാരെ പോറ്റിയിരുന്നത് ഞാൻ അധ്വാനിച്ചിട്ട. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ഒഴിവും കിട്ടിയിട്ടില്ല. എന്നാൽ ഇത്രയും കാലമായി അച്ഛൻ പോത്തിനെ പോലെ പണിയെടുക്കുക. അങ്ങേർക്കൊരു കൈ സഹായത്തിന് കൂടെ നിൽക്കാനൊരു തോന്നൽ എന്റെ പുത്രൻ ആലോചിക്കുക. കഷ്ടം. എന്തിനാ മുട്ട പോത്തുന്നേ? വെട്ടി വീഴിക്കും. നിങ്ങള് പച്ചക്കറി ആയതുകൊണ്ടാ ഞാൻ. അതേടി, ഞാൻ പച്ചക്കറി തന്നെ. ഞാൻ പച്ചക്കറി ആയതുകൊണ്ടാണല്ലോ ഇവനേക്ക് എങ്ങനെ തീറ്റി പോറ്റുന്നത്. നിനക്കുള്ള ഇന്റർവ്യൂ കാർഡ് കോയമ്പത്തൂരിലെ TVS കമ്പനി. ഇതൊന്നും ഒപ്പിട്ട് കൈവാങ്ങാൻ പോലും സാറിന് സമയമില്ല. പിന്നെ എന്റെ കെയർ ഓഫ് ആയതുകൊണ്ട് പോസ്റ്റ്മാൻ നാരായണൻ എന്റെ കയ്യിൽ തന്നെ തന്നു. അല്ല, ഇനി ഈ കടയിലെ പൊതിയെല്ലാം കെട്ടിക്കൊടുക്കുന്നത് മാനക്കേടാണെങ്കിൽ വേണ്ട. പക്ഷെ നാളെ രാവിലെ കോയമ്പത്തൂരെത്തി ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം. ഗാന്ധിപുരത്താണ് ഓഫീസ്. 10 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. കോയമ്പത്തൂർ എന്നൊക്കെ പറയുമ്പോ ഇത്രയും കാലത്തെ എന്തോന്ന്? ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് ആഫ്രിക്ക ഇസ്രാവണമൊന്നുമല്ല. ഇവിടുന്ന് കഷ്ടിച്ച് 1.5 മണിക്കൂർ, ഏറിയ 2. ഇനിയിപ്പോ 7 മണിക്ക് പുറപ്പെട്ടാലും സമയത്തൊക്കെ എത്തിച്ചേരാവുന്ന കാര്യമേ ഉള്ളൂ. നാളെ എന്നൊക്കെ പറയുമ്പോ ചൊവ്വാഴ്ചയായിട്ട് ഇന്റർവ്യൂ. എന്താ ചൊവ്വാഴ്ച ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല എന്നുള്ള ശാസ്ത്രമുണ്ടോ? അല്ല, ജോലി കിട്ടില്ല എന്നൊരു ശാസ്ത്രം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് നീ പോയില്ലെങ്കിൽ ഇത്രയും കാലം കണ്ട വെറും പച്ചക്കറി ശ്രീധരക്കുറുപ്പിനെ അല്ല നീ കാണാൻ പോകും. നിന്നോടും കൂടാ പറഞ്ഞു. ആരാണോ ഈ ജോലി കണ്ടുപിടിച്ചത്? എങ്ങോട്ടാ രാവിലെ? കോയമ്പത്തൂർ വരെ. എന്താ വിശേഷിച്ച്? ഓ, ഇന്റർവ്യൂ. എന്താ ബസ്സിലിരുന്ന കാഴ്ചകളുണ്ട്, ഉറങ്ങിപ്പോരുത്. പിന്നെ എന്തുവാ പറയണമെന്ന് പറഞ്ഞ? ചെലവിന് തന്ന കാശ് സൂക്ഷിച്ചോണം. പോക്കറ്റ് അടിച്ച് പോയാൽ പിന്നെ തിരിച്ചു വരാൻ തമിഴ്നാട്ടിലെ റോഡിൽ കിടന്ന് തെണ്ടേണ്ടി വരും. മതി പറഞ്ഞത്. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിചാരം ഉണ്ടാ മതി. ഇത് പറയാനാണ് രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നത്. ഇത് പറയാനല്ല, നിന്റെ അമ്മയ്ക്ക് ഏതോ വഴിപാട് നടത്താനുണ്ടെന്ന്. ഇവിടെ അടുത്തുള്ള ഏതോ ഭഗവാന്റെ അമ്പലത്തിലായത് എന്റെ ഭാഗ്യം. ഒരു എമണ്ട മഴ വരുന്നുണ്ട്, നീ അങ്ങോട്ട് കയറിയുന്നു. ശരി മോനെ, സൂക്ഷിച്ചു പോണേ. ശരിയമ്മ. ഇത് വെച്ചോ. പാൻറ്റും കോപ്പൊക്കെ ഇട്ട് അവൻ്റെ ഒരു നിപ്പ് കണ്ടല്ലേ. ഒന്ന് വിരട്ടി വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. നീ വാ. രക്ഷപ്പെട്ടു കരുതി ഞെളിഞ്ഞ് നടക്കുവാണല്ലടാ. ഞാൻ അറിയാത്ത കാര്യം, എന്നൊന്നും ചെയ്യരുത്. ചെയ്യരുതെന്നോ? നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കാനാ ഞങ്ങൾ.
ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. ഒരു മെഡിക്കൽ ക്യാമ്പ് ഒന്നെ വീട്ടിലെ പെണ്ണേനെ കിട്ടണോ? ഇനിയൊന്നും ചെയ്യേണ്ടത് പറ. നീ അതിൽ ഇടപെടണ്ട. അവനെ രണ്ടെണ്ണം കിട്ടേണ്ടത് അത്യാവശ്യം. ഇനി മതി. നീ അവിടെ അടങ്ങിയിരിക്ക്. അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത്? മനസ്സിലായി. അച്ഛൻ പ്രകാശിനെയാണോ തല്ലുന്നത്? രണ്ടാളെ കൂടി ഒരുത്തിനെത്തല്ല നാളമില്ലടാ. തല്ലുകാലൊക്കെ തരത്തിലുള്ളതേ പറ്റല്ലേ. നീ ഇനി വല്ല അഭ്യാസവും കാണിച്ച വച്ചേക്കില്ല നായെ. വാടി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വാസുട്ട് അവരെന്നോട് ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതാ. ഞാൻ അച്ഛനോട് എന്താ പറയാ? സാരമില്ല മോനെ. മഹാദേവനില്ലേ? സാർ സൂപ്പർ മാർക്കറ്റിലുണ്ട്. എന്താ ശ്രീധര? ഒന്നും അറിഞ്ഞില്ലല്ലേ? വന്നേ വാ.